ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചക്കയ്ക്ക് കൂട്ടാനായിട്ട് ഒരു ബീഫ് കറി തയ്യാറാക്കുവാണ്. ഇത് അമ്മ സ്പെഷ്യൽ ബീഫ് കറിയാണ്. വിൻജാസിൻ്റെ അമ്മ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ബീഫ് കറി. അതിനൊരു അല്പം പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തേങ്ങാപ്പാലിൽ മാത്രമേ കറി വയ്ക്കാറുള്ളൂ. മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കും. അതുപോലെ തന്നെ അമ്മ വിറകടുപ്പിൽ വെച്ചുള്ള കറിയാണ് അമ്മയുടെ കറി. പക്ഷേ എനിക്കിപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. പക്ഷേ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്യാനായിട്ടാണ് എൻ്റെ ശ്രമം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ബീഫാണ് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി 2 കിലോ ബീഫാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. ഇഞ്ചി അരിഞ്ഞത്, ഇത് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ്. 2 കുടം വെളുത്തുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല, നെടുകെ പിളർന്നിട്ട് മാത്രമേ ഉള്ളൂ. 2-3 പച്ചമുളക്, ഇത് നല്ല മൂത്ത് പഴുക്കാറായ പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ എണ്ണം കുറച്ചത്. ഇനി ധാരാളം കറിവേപ്പില, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്. സവാള കൂടുതൽ ചേർക്കരുത്, കറിക്ക് മധുരം ഉണ്ടാകും. കാരണം നമ്മളിതൊന്നും വഴറ്റിയിട്ടൊന്നുമല്ല വെക്കുന്നത്, ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് വെക്കുക. ഞാനിവിടെ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടെ പറയാം, കാരണം ഞാനിത് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈറ്റ് കുറഞ്ഞു പോയി, എൻ്റെ വീഡിയോ അയച്ച് ഡാർക്കായിട്ടുണ്ട്. 2 കിലോ ബീഫ് നമ്മളിതിലേക്ക് എടുത്തു. ഇഞ്ചി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, 2 കുടം വെളുത്തുള്ളി നെടുകെ പിളർന്നത്, 3-4 പച്ചമുളക്, ധാരാളം കറിവേപ്പില, ഒരു വലിയ സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്ത്. ഇത്തരം സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ഇപ്പം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ബാക്കി എന്ന് പറയുന്നത് മസാലയ്ക്കുള്ള കൂട്ടുകളാണ്. ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണേ. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ മുളക് പൊടി, ഇപ്പോൾ 2 കിലോ ഇറച്ചിയല്ലേ ഉള്ളത്, അപ്പോൾ അതിന് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. എല്ലാം പച്ചയാണ്, ഒന്നും വറുത്തതല്ല. ഇനി അടുത്തത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എപ്പോഴും ഇറച്ചിക്കറിക്ക് കൂടുതൽ ചേർക്കുക. 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് ഈ വലിപ്പമുള്ള ചെറിയൊരു തേങ്ങ, ആ തേങ്ങയുടെ പാലാണിത്. 1 ലിറ്റർ പാലാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ 1 ലിറ്റർ നമുക്കത് കണക്കാണ്. ഇനി അത് നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. മൂടി വെച്ച് തിളയ്ക്കുന്നതിന് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ എരിവൊന്ന് നോക്കുക. ഇനി നമുക്കിതിനകത്ത് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർക്കാനുണ്ട്. നന്നായിട്ടൊന്ന് കറി തിളച്ച് വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. അതൊക്കെ തിള കയറി വരുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കുക. മൺചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ട്. 1.5 ടേബിൾ സ്പൂൺ ഉപ്പായിരുന്നു ഞാൻ ചേർത്തിരുന്നത്. ഇനി നമുക്ക് ലേശത്തിന് കുറവുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിപ്പോൾ അതിലേക്ക് ചേർക്കും. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞച്ചുള്ള ഈ കളർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല റെഡ് കളറിൽ വന്നേനെ. ഇനി നന്നായിട്ട് തിളച്ച് തുടങ്ങിയല്ലോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒരുപാട് മുന്നേക്ക് വരരുത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൺചട്ടിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്
ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ മേളിൽ നിന്ന് മാത്രം ഇളക്കിയാൽ പോരാ, അടിയിലേക്ക് തവി ചെന്ന് ഏതെങ്കിലും കഷ്ണം അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മൺചട്ടി ആയതുകൊണ്ട് അതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ബീഫ് കറി വെക്കാനായിട്ടുള്ള പ്രധാന ഭാഗം നമ്മുടേത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. പിന്നെ അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പതിവ് പോലെ തന്നെ കടുക് തളിച്ച് ചേർക്കുക എന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേവുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കണ്ട. ദിസ് ഈസ് മൈ അമ്മായിയമ്മ സ്പെഷ്യൽ. എല്ലാ കറികളും ഇങ്ങനെ തേങ്ങാപ്പാലിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അതുപോലെ പച്ചയ്ക്ക് മസാല ഇട്ടാണ് അമ്മ ചെയ്യുക. വല്ല കാലത്തും ഒക്കെ ഒന്ന് വഴറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. കപ്പയ്ക്ക്, ചക്ക എല്ലാത്തിനും നല്ല രുചിയുള്ള കറിയാണിത്. കടയിൽ നിന്ന് റെഡിമെയ്ഡ് മീറ്റ് മസാല മേടിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. 1 കിലോയ്ക്ക് 50 ഗ്രാം മസാല നിങ്ങൾ ചേർക്കുക. 50 ഗ്രാം മസാല ചേർത്ത് കഴിഞ്ഞാൽ അത് പാകമായിരിക്കും. അത് ഓരോ മസാല പാക്കറ്റിനും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റാണ്, എരിവിൻ്റെ അളവൊക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള മസാല ഏതാണോ അത് ചേർക്കുക. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് മസാല മേടിച്ചാലും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഒക്കെ മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് ഇച്ചിരിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. കറിക്ക് നമ്മുടേതായൊരു നാടൻ രുചിയൊക്കെ കിട്ടും. ഇതിപ്പോൾ തനി നാടൻ സ്റ്റൈലാണ്, അമ്മയുടെ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത്. നമുക്കിത് മൂടി വയ്ക്കാം. അത് തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാനത് തീ കുറച്ചു. ഇനി തീ കുറച്ച് ഇങ്ങനെ കിടന്ന് വേവട്ടെ. അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ വെക്കുമ്പോഴത്തെ ഒരു ഗുണം, ഗ്യാസ് സ്റ്റവിലാണെങ്കിലും വെച്ചാൽ തന്നെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അധികം തീയുടെ ആവശ്യമില്ല. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേകുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. ഞാനിവിടെ രാവിലെ ചക്കപ്പുഴുക്കാണ് ആക്കുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും അയ്യോ രാവിലെ ചക്കയും ബീഫും എന്നൊക്കെ വിചാരിച്ചേക്കാം. ഞങ്ങൾ കോട്ടയം ഇടുക്കി ജില്ലക്കാർക്ക് ഈ ചക്കയും കപ്പയൊന്നും ഇല്ലാണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത്ര ശരിയാകത്തില്ല. രാവിലെ ചക്കയാണ്. അപ്പോൾ രാവിലെ എങ്ങനെ ചക്ക വെട്ടി ഒഴിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഞാൻ ഇന്നലെ തന്നെ ചക്ക വെട്ടി അരിഞ്ഞ് അത് ഫ്രിഡ്ജിൽ വെച്ചു. നല്ല കൂടിനകത്ത് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ കെട്ടിവെക്കണം. അങ്ങനെ നന്നായിട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേൽക്കുക, അരപ്പരച്ച് ചക്ക വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ആ കൂടിൽ നിന്ന് സ്ട്രെയിറ്റ് ഈ ചക്ക ഇതിലേക്ക് ഇടുവാണ്. ഇത്രയും ചക്ക എന്തിനാണ് വേവിക്കുന്നതെന്നുള്ള ചോദ്യം വരും. ഞങ്ങൾ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ ചക്ക ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ നന്നായിട്ട് കനം കുറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ അരിഞ്ഞെടുക്കുന്ന ചക്ക ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്ക അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുക്കുന്ന ചക്ക ഇങ്ങനെ കട്ട കൂടി ചിലപ്പോൾ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചൂടുകാലം വേനൽക്കാലം ആയതിനാൽ വെള്ളം കുറവുള്ള ചക്ക ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ പോലും നമ്മൾ ചക്ക ഇങ്ങനെ അരിഞ്ഞ് വെച്ചതെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം. അല്ലെങ്കിൽ കട്ട കൂടിയിരിക്കും, ആവി കയറില്ല, ചക്ക വേവാതിരിക്കുകയും ചെയ്യും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എനിക്കെപ്പോഴും അമ്മയാണ് ചക്ക വെട്ടി ഒരുക്കി അരിഞ്ഞ് കീന്തി കൊണ്ട് തരുന്ന ആൾ അമ്മയാണ്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഫുഡ് പ്രോസസ്സറിനകത്താണ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇത്രയും ചക്ക വേവാനുള്ള വെള്ളം ഒഴിക്കണം. വേനൽക്കാലത്ത് ചക്ക വേവിക്കുന്നതും മഴക്കാലത്ത് ചക്ക വേവിക്കുന്നതിനും വ്യത്യാസമുണ്ട്. വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. മഴക്കാലത്ത് തീരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ചക്കയിലും വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്രയും ചക്കയിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഒഴിച്ചു. ഇനി നമുക്ക് തീ കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പം ചക്ക വേവിക്കുമ്പം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കുക. നല്ല ഫുൾ തീയിൽ നന്നായിട്ട് തീ കത്തിക്കണം. കാരണം ചക്കയുടെ എല്ലാ വശത്തും ഒരുപോലെ ആവി നമുക്ക് കിട്ടണം. നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് വെളിയിലേക്ക് ഇങ്ങനെ ആവി തള്ളി വരുന്നത് കാണുന്ന സമയത്ത് ചക്കയുടെ ഇതിൻ്റെ അടപ്പ് മൂടി മാറ്റിയിട്ട് ചക്കയൊന്ന് കുടഞ്ഞു കൊടുക്കുക. അങ്ങനെ കുടഞ്ഞതിന് ശേഷം
വീണ്ടും മൂടി വയ്ക്കുക. നന്നായിട്ട് ആ സൈഡും അതായത് നമ്മൾ കുടഞ്ഞിട്ട സൈഡും നന്നായിട്ട് ആവി കയറി. ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ കുടഞ്ഞു കഴിയുമ്പോൾ ചക്ക വലിയ വേവില്ലാത്ത സാധനമാണ്. സാധാരണഗതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാൽ വേനൽക്കാലത്ത് ചക്കയ്ക്ക് വേവും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചക്ക വെന്തോന്ന് ഞെക്കി നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം കുറവാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കുറച്ചും കൂടെ, പറ്റുമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിക്കുന്നതിന് നല്ലത് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതീയിലിട്ട് വയ്ക്കുക. വേകുന്നിടം വരെ കാത്തിരിക്കുക. വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കുക. നേരത്തെ നമ്മൾ അരപ്പ് ചേർത്താൽ, അതേസമയം മഴക്കാലത്തൊക്കെയാണ് വേണേൽ ചക്കയും അരപ്പും കൂടെ ഒന്നിച്ച് വയ്ക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടും. അതേസമയം വേനൽക്കാലത്ത് നമ്മൾ അങ്ങനെ വെച്ച് ചക്ക അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അരപ്പ് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് അരപ്പ് നേരത്തെ ഇടണ്ട. നന്നായിട്ട് ചക്ക വെന്തതിന് ശേഷം മാത്രമേ അരപ്പിടാവുള്ളൂ. ചക്കയിലേക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ ധാരാളം തേങ്ങ വേണം. ഇത്രയും ചക്ക ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതിന് എനിക്ക് 2 തേങ്ങ ആവശ്യമുണ്ട്. 2 തേങ്ങ. കാന്താരിമുളക് അരയ്ക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ചക്ക തിന്നാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും ചാറ് വെച്ചിരിക്കുന്നത്. ചെറുതീയിലിട്ട് വേവിച്ചെടുത്തു, പല പ്രാവശ്യം ഇളക്കി കൊടുത്തു. കറി നല്ല സൂപ്പർ കറി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഈ കറിക്ക് കടുക് താളിക്കുമ്പോൾ ചുമന്നുള്ളിയല്ല വെളുത്തുള്ളിയാണ് നോക്കിക്കുക. 5-6 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്. തീരെ കനം കുറച്ചൊന്നും അരിയണ്ട. എന്നിട്ട് പിളർപ്പോ അല്ലെങ്കിൽ ഒരു 2-4 കഷ്ണമായിട്ട് ഞുറുക്കിയാൽ മതി. കടുക് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊന്ന് ഇളക്കുക. നല്ല ആവി പൊങ്ങുന്ന അതിരുചിയേറിയ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ചക്ക വെന്തിരിപ്പുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ, കാന്താരി, ചെറിയ ഉള്ളി, ഉപ്പ്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒതുക്കിയെടുത്തിരിക്കുന്ന അരപ്പാണ്. അപ്പോൾ തേങ്ങ, ഇത്രയും ചക്കയ്ക്ക് 2 തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം, പറ്റിയ ശകലം വെള്ളം, കാരണം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമുണ്ട്. അരപ്പിനൊന്ന് ആവി കയറിയാൽ മാത്രം മതി. കറിവേപ്പിലയും കൂടെ കൂട്ടിയാണ് അരച്ചിരിക്കുന്നത്. അരപ്പിട്ട് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിനകത്ത് അടിയിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് കുത്തി നോക്കാം. ഒട്ടും വെള്ളമില്ല. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ചക്ക ഇനി ഇളക്കാം. നേരത്തെ കപ്പ വേവിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള വിദ്യ. പതുക്കെ ഒന്ന് ഇളക്കുക. എല്ലായിടത്തും അരപ്പൊന്ന് വറ്റി കഴിയുമ്പോൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് നന്നായിട്ട് കുഴച്ചിളക്കുക. ഇതിനകത്ത് കറിവേപ്പില കാണില്ല കേട്ടോ, കാരണം കറിവേപ്പില അരച്ചു. ഒരു 5 തണ്ട് കറിവേപ്പില ഞാൻ ഇതിനകത്ത് അരച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചക്ക റെഡിയായി. ഇനി ഒരു പാത്രത്തിലേക്ക് ചക്കയും ബീഫും കൂടെ വിളമ്പി കഴിക്കാം. ഇത് കുഴയ്ക്കേണ്ടവർക്ക് ഇതിൽ കൂടുതൽ കുഴച്ചെടുക്കാമേ.